ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാൻ ഈ മാസം 19 വരെ സമയം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച പ്രചാരണത്തിനെത്തും. തൃപ്പൂണിത്തുറ MLA കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാനത്ത് വിഷുചന്തകൾ തുടങ്ങാൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതിയുടെ അനുമതി. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 സീറ്റുകളിലാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാൻ ഈ മാസം 19 വരെയാണ് സമയം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 20 നടക്കും. 22 വരെ പത്രികകൾ പിൻവലിക്കാം. മെയ് 7 വോട്ടെടുപ്പ്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA പ്രചാരണത്തിനായി തിങ്കളാഴ്ച തിരുവനന്തപുരത്തെത്തും. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. വർക്കലയിലും കാട്ടാക്കടയിലും കന്യാകുളങ്ങരയിലും നടന്ന യോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. ആറ്റിങ്ങലിൽ സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശ് ഇന്ന് വർക്കല നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തി. NDA സ്ഥാനാർത്ഥി V മുരളീധരൻ ഇന്ന് കിളിമാനൂർ മേഖലയിലാണ് പര്യടനം നടത്തിയത്. NDA കോഴിക്കോട് മണ്ഡലം മഹിളാ സംഗമം കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ഉദ്ഘാടനം ചെയ്തു. മുതലക്കുളത്ത് നിന്നും ആരംഭിച്ച റാലിയിൽ നിരവധി വനിതാ പ്രവർത്തകർ പങ്കെടുത്തു. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ ചൂട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും നിഴലിക്കുന്നുണ്ട്. വോട്ടെടുപ്പിനുള്ള ഔദ്യോഗിക ക്രമീകരണങ്ങളും ജില്ലയിൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. പ്രധാന കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ UDF, LDF മുന്നണികളിലായി മത്സരിക്കുന്ന കോട്ടയത്ത് കേരള കോൺഗ്രസുകളുടെ പിളർപ്പും അതിന്റെ പ്രത്യാഘാതങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും പ്രതിഫലിക്കുന്നു. പിളർപ്പിനെ തുടർന്ന് ചിഹ്നം നഷ്ടമായിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് അനുവദിച്ചു കിട്ടിയ ചിഹ്നം എത്രയും വേഗം വോട്ടർമാരിൽ എത്തിക്കാനുള്ള പ്രചരണ പ്രവർത്തനത്തിലാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനാവട്ടെ ഒരേ ചിഹ്നത്തിൽ ആവർത്തിച്ച് മത്സരിക്കുന്നു എന്നതിന് ഊന്നൽ നൽകുന്നു. കേരള കോൺഗ്രസിലെ ജില്ലാതല നേതാവിന്റെ രാജിയും പുതിയൊരു കേരള കോൺഗ്രസിന്റെ പ്രഖ്യാപനവും നേതാക്കളുടെയും പ്രവർത്തകരുടെയും പാർട്ടി മാറ്റവും കോട്ടയത്തെ തെരഞ്ഞെടുപ്പിനെ വേറിട്ടതാക്കുന്നു. മണ്ഡല പര്യടനത്തിനൊപ്പം പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ കൂടി ശ്രമിക്കുന്ന NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി കലാസാംസ്കാരിക ജാഥയും മണ്ഡലം ചുറ്റുന്നു. പോളിംഗ് ബൂത്തുകളുടെയും പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും നിർണയം പൂർത്തിയാക്കി ജില്ലയിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പരിശീലനവും വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിന്യാസവും നടന്നുവരുന്നു. തൃപ്പൂണിത്തുറ MLA കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന എതിർ സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ ബാബു മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടി എന്നായിരുന്നു LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ആരോപണം. ആരോപണത്തെ സാധൂകരിക്കുന്ന സാക്ഷി മൊഴികളില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി ഹർജി തള്ളിയത്. കൃത്രിമമായി ഉണ്ടാക്കിയ കേസാണിതെന്നും സത്യം തെളിയുന്ന വിശ്വാസം ഉണ്ടായിരുന്നുവെന്നും ശ്രീ കെ ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജനാധിപത്യത്തിന്റെ വിജയമാണ് ഹൈക്കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് വിഷുചന്തകൾ തുടങ്ങാൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതി അനുമതി നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇടയുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ റംസാൻ വിഷുചന്തകൾ തുറക്കാനുള്ള നീക്കം തടഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശത്തിനെതിരെ കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് ചന്തകളെ ഉപയോഗിക്കരുതെന്നും ഇതു സംബന്ധിച്ച പരസ്യങ്ങൾ പാടില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇക്കാര്യത്തിൽ ലംഘനം കണ്ടെത്തിയാൽ നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നോട്ടു പോകാമെന്നും കോടതി വ്യക്തമാക്കി. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിലനിന്നിരുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചതായി SBI അറിയിച്ചു. ഇന്നു മുതൽ സംഭരണ വില കർഷകർക്ക് വിതരണം ചെയ്യുന്നത് ഊർജിതമാക്കുമെന്നും SBI വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ലക്ഷദ്വീപിൽ കൽപ്പേനി ദ്വീപ് ഒഴികെ 9 ദ്വീപുകളിലും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. കവരത്തി, ആന്ത്രോത്ത് ജുമാ മസ്ജിദുകളിൽ പെരുന്നാൾ നിസ്കാരങ്ങൾ നടന്നു. ദഫ്മുട്ടോടുകൂടിയ പ്രത്യേക ദിഖ്ർ പ്രാർത്ഥനകളും വിവിധ പള്ളികളിൽ നടന്നു. ബീച്ചുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ പെരുന്നാൾ ആഘോഷിക്കാൻ ഒത്തുചേർന്നു. ലക്ഷദ്വീപ് മണ്ഡലത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥികളും പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു.
കേരള സർക്കാരിന്റെ പാഠപുസ്തകം എന്ന നിലയിൽ വ്യാജ പ്രചാരണം നടത്തിയ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സമൂഹത്തിൽ ഭിന്നത വിതയ്ക്കാനും കേരളത്തിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കാനുമുള്ള ഉദ്ദേശത്തോടെയാണ് ഇത്തരം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. പാനൂർ സ്ഫോടനത്തെ സംബന്ധിച്ച റിമാൻഡ് റിപ്പോർട്ട് ഗൌരവതരമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ താമരശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുൽത്താൻ ബത്തേരിയുടെ ആദ്യത്തെ പേര് ഗണപതിവട്ടമായിരുന്നു എന്നും കോൺഗ്രസും സിപിഐഎമ്മും ഈ വിഷയത്തിൽ അധിനിവേശത്തെ പിന്തുണയ്ക്കുകയാണെന്നും ശ്രീ സുരേന്ദ്രൻ ആരോപിച്ചു. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ മുൻ MP PK ബിജുവിനെ ED വീണ്ടും ചോദ്യം ചെയ്തു. ഇത് 3ാം തവണയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനെ ED സമൻസ് നൽകി വിളിച്ചു വരുത്തുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ചിക്കൻ പോക്സ്, മുണ്ടിനീര് തുടങ്ങിയ വേനൽക്കാല രോഗങ്ങളിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ വർധന. വൈറസ് സംബന്ധമായ രോഗങ്ങളും ജില്ലയിൽ കൂടി വരുന്നുണ്ട്. ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീജി S. ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ജില്ലയിൽ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് 250 പേരാണ് ചിക്കൻ പോക്സ് രോഗത്തിന് ചികിത്സ തേടിയത്. കഴിഞ്ഞ മാസം മാത്രം 105 പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്തു. 26 കുട്ടികൾക്കാണ് കഴിഞ്ഞ 3 മാസത്തിനിടെ മുണ്ടിനീര് രോഗം ബാധിച്ചത്. 83 പേർക്ക് ഡെങ്കി രോഗബാധ സ്ഥിരീകരിക്കുകയും 275 പേർക്ക് സംശയാസ്പദമായ രോഗബാധയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 27 എലിപ്പനി കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ ചൂട് കനത്തതോടെ ആളുകൾക്ക് വൈറസ് സംബന്ധമായ രോഗങ്ങളും കൂടി വരുന്നുണ്ട്. 1000-ൽ പരം രോഗികളാണ് ഇത്തരത്തിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഏപ്രിൽ 19 പുലർച്ചെ 2 മണി മുതൽ 20 ഉച്ചയ്ക്ക് 2 വരെ തൃശൂർ താലൂക്ക് പരിധിയിൽ ഉൾപ്പെട്ട എല്ലാ മദ്യവിൽപ്പനശാലകളും പൂർണ്ണമായും അടച്ചിടുന്നതിനും ലഹരി വസ്തുക്കളുടെ വിൽപ്പന നിരോധിച്ചും ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. വ്യാജമദ്യ വിൽപ്പന കർശനമായി തടയുന്നതിന് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും പോലീസ് എക്സൈസ് വകുപ്പ് അധികൃതർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. വയനാട് ബത്തേരി, മൂലങ്കാവ്, കാരശ്ശേരി വനാതിർത്തിയിൽ കാട്ടുതീ പടരുന്നു. മുളങ്കാടുകളിൽ ഉൾപ്പെടെ തീ പടർന്നു പിടിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സും വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ അധ്യാപക നിയമനത്തിനുള്ള സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷയായ സെറ്റിന്റെ ഓൺലൈൻ രജിസ്ട്രേഷനുള്ള സമയപരിധി ഈ മാസം 25 വൈകിട്ട് 5 മണി വരെ നീട്ടി. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയ വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ 28, 29, 30 തീയതികളിൽ അവസരമുണ്ട്. സെറ്റ് പരീക്ഷ ജൂലൈ 28 നടക്കും. തിരുവനന്തപുരം കണ്ണമ്മൂല പാലത്തിന് സമീപം 5 വർഷമായി വഴിയോര കച്ചവടം നടത്തുന്ന നിർധന വനിതയെ കച്ചവട സ്ഥലത്ത് നിന്നും ഒഴിപ്പിക്കാനുള്ള നഗരസഭയുടെ തീരുമാനം നടപ്പാക്കരുതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. പരാതിക്കാരിയുടെ ഉപജീവന മാർഗമായ കട പകരം സംവിധാനം കണ്ടെത്തുന്നതുവരെ ഒഴിപ്പിക്കേണ്ടതില്ലെന്നും പരാതിക്കാരിയുടെ ഭാഗം കൂടി കേട്ട് നഗരസഭാ സെക്രട്ടറി ഉചിതമായ തീരുമാനമെടുക്കണമെന്നും കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K. ബൈജുനാഥ് പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മുംബൈ വാങ്ഡേ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ 8-9 സ്ഥാനങ്ങളിലാണ് മുംബൈയും ബംഗളൂരുവും. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ തിങ്കളാഴ്ച വരെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂരിൽ 39 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കാം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. കേരള തീരത്ത് ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധന. ഗ്രാമിന് 10 രൂപ കൂടി 6,620 രൂപയും പവന് 80 രൂപ വർദ്ധിച്ച് 52,960 രൂപയുമാണ് ഇന്നത്തെ വില. തിരഞ്ഞെടുപ്പ്, വിഷു എന്നിവയ്ക്ക് മുന്നോടിയായി തീരസുരക്ഷ ഉറപ്പാക്കാനും കടൽ വഴിയുള്ള മദ്യം, മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനും തൃശൂർ ജില്ലയിൽ വിവിധ വകുപ്പുകൾ ചേർന്ന് കടലിൽ സംയുക്ത പരിശോധന നടത്തി. തീരദേശം കേന്ദ്രീകരിച്ച് വ്യാജമദ്യം, സ്പിരിറ്റ്, കഞ്ചാവ് എത്തുന്നതും വിപണനം നടത്തുന്നതിനും സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്ന് പരിശോധനയും പട്രോളിംഗും നടത്തിയത്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ 7 വിദ്യാർത്ഥികൾക്ക് അഖിലേന്ത്യാ മെഡിക്കൽ സയൻസ് പരീക്ഷയിൽ സ്വർണ്ണ മെഡൽ. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ നടത്തിയ ഡിപ്ലോമേറ്റ് ഓഫ് നാഷണൽ ബോർഡിലെ 2023 പരീക്ഷയിലാണ് വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിൽ 7 വിദ്യാർത്ഥികൾ 1ാം സ്ഥാനം നേടിയത്. മെഡൽ നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാൻ ഈ മാസം 19 വരെ സമയം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച പ്രചാരണത്തിനെത്തും. തൃപ്പൂണിത്തുറ MLA കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാനത്ത് വിഷുചന്തകൾ തുടങ്ങാൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതിയുടെ അനുമതി. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.